ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന ആ സുദിനം ഇങ്ങ് വന്നെത്തി. ഇന്ന് 12 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ ആകാംക്ഷയിലാണ് എല്ലാവരും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനങ്ങളും ഒക്കെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് എന്നായിരിക്കും ആ ഡേറ്റ്, ആ തീയതി എന്നറിയുന്നതിന് വേണ്ടി കാത്തിരുന്നത്. കൃത്യം 12 മണിക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും തീയതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2025 ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 9, 11. വോട്ടെണ്ണലാണെങ്കിൽ ഡിസംബർ 13-നാണ്. ഇതിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അത് കമ്മീഷൻ പ്രത്യേകം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇതാണ് ഒന്നാം ഘട്ടം. ഡിസംബർ 9-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പ്. പിന്നെ ഒരു ദിവസത്തിന് ശേഷം ഡിസംബർ 11-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പ്. ആകെ നമ്മുടെ വാർഡ് വിഭജനങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞതിന് ശേഷം 1200 തദ്ദേശ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. അതിൽ 23,612 വാർഡുകളുണ്ട്. ഇതാണ് ഇതിന്റെ ചിത്രം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് സമയം. ഇഷ്ടമായൊരു സമയമുണ്ട്. എല്ലാവരും സമ്മതിദാനാവകാശം കൃത്യമായി ഉപയോഗിക്കണം. ഇത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും എല്ലാവരും ആവർത്തിക്കുന്നത്. പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ 21-നാണ്. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതിന്റെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ആണ്. സ്ഥാനാർത്ഥികൾ പരമാവധി ചിലവഴിക്കാവുന്ന തുക കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ 25,000 രൂപയാണ് ഒരു സ്ഥാനാർത്ഥി ഒരു വാർഡിൽ ചിലവഴിക്കാവുന്ന തുക. ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തുമ്പോൾ അത് 75,000 രൂപയിലേക്കും ജില്ലാ പഞ്ചായത്ത് ആൻഡ് കോർപ്പറേഷൻ 1.5 ലക്ഷം രൂപയിലേക്കും എത്തും. ഇതാണ് ഇതിന്റെ മൊത്തം ചിലവ് വരുന്നത്. ഏകദേശമല്ല, കേരളത്തിൽ 2,84,30,761 വോട്ടർമാരാണുള്ളത്. നമ്മുടെ വാർഡ് വിഭജനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. മൊത്തം അതിന്റെ എല്ലാ ലിസ്റ്റും പുറത്തു വന്നതിന് ശേഷമുള്ള കണക്കാണിത്. ഇതിൽ 1,34,12,470 പുരുഷന്മാരും 1,50,110 സ്ത്രീകളുമാണുള്ളത്. 281 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 2,841 പ്രവാസി വോട്ടുമാണ് കേരളത്തിലുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ചിത്രം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 9, 11. വോട്ടെണ്ണൽ 13-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ അംഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണക്കാരെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള തീയതിയായ നവംബർ 24 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രമൊക്കെ നമുക്ക് വ്യക്തമാകും. രാഷ്ട്രീയ പാർട്ടികളും അതിനു പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇതൊക്കെയുള്ള ഒരു ചിത്രം നവംബർ 24-ന് നമുക്ക് വ്യക്തമാകും. ഏതായാലും നമ്മൾ എല്ലാവരും തിരഞ്ഞെടുപ്പിന്റെ ഈ തീയതിയെ വളരെ ആകാംക്ഷയോടെ തന്നെയായിരുന്നു ഇന്ന് നോക്കിയിരുന്നത്. 12 മണിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും കൃത്യമായി തന്നെ അത് വീക്ഷിച്ചു. ബാക്കിയുള്ളവർ ഓൺലൈനിലും ഒക്കെയായി അതിന്റെ തീയതികളൊക്കെ അറിഞ്ഞു. ഏതായാലും വളരെ നമ്മളെല്ലാവരും നമ്മുടെ നാടും പുറങ്ങളും ഒക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകളുമായി, കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.